ജീവിതം ലഭിക്കാൻ ആവശ്യമായി എന്തൊരു ഒരുക്കമാണ് നമ്മൾ നടത്തിയത്, എന്താണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മനുഷ്യ, ദുനിയാവിന്റെ തുടിക്ക് പുറത്ത് ഒരു നിമിഷം അല്ലാഹു നിനക്ക് തരുമ്പോ നീ ഖബറിനോട് അകന്നുവെന്നാണോ കരുതുന്നത്? ഒരിക്കലും അത് കരുതണ്ട. ഒരു നിമിഷം ആയുസ് നിനക്ക് ദുനിയാവിൽ കിട്ടിയാൽ ആ ഒരു നിമിഷം നീ ഖബറിലേക്ക് അടുത്തവനാണ്, നീ ഖബറിലേക്ക് അടുപ്പമാകുകയാണ്. അതുകൊണ്ട് മുഅ്മിനേ, ആ ഖബർ ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി, അതിലെ സുരക്ഷയ്ക്ക് വേണ്ടി മഹാനായ ഫഖീഹ് അബുൽ ലൈസ് റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞു തരുന്നു, 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ. ഖബർ ഒരിക്കലും, ഖബർ നമ്മുടെ ഖബർ, നാം ചെന്ന് കിടക്കേണ്ടി വരുന്ന ഖബർ നമ്മുടെ പ്രൗഢി കൊണ്ട് നമ്മെ വെറുതെ വിടുകയില്ല, നമ്മുടെ പ്രതാപം കൊണ്ട് നമ്മെ വെറുതെ വിടുകയില്ല, നമ്മെ പരീക്ഷിക്കാതെ വിടുകയില്ല. കേൾക്കണോ, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുമ്പോ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവിയുടെ ജനാസയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അതാ ഫാത്തിമ ബീവിയുടെ ജനാസ കൊണ്ടുപോവുകയാ, പള്ളിക്കാട്ടിലേക്ക് ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാ. ആരെയാ കൊണ്ടുപോകുന്നതെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമോളയാണ്. ചിന്തിക്കണം നമ്മള്, അതിന് മാത്രം പ്രൗഢിയുള്ള ആരെങ്കിലും ഇന്ന് ദുനിയാവിലുണ്ടോ? അത്രമാത്രം പ്രതാപമുള്ള ആരെങ്കിലും ഇന്ന് ദുനിയാവിന്റെ തുരിക്ക് പുറത്തുണ്ടോ? പിന്നെ എങ്ങനെ ആശ്വസിക്കാം, നമുക്ക് എങ്ങനെ സമാശ്വസിക്കാം? ഫാത്തിമ ബീവി മരണപ്പെട്ട അവിടുത്തെ ജനാസ നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കാൻ വേണ്ടി ഖബറിന്റെ അരികത്ത് കൊണ്ടുപോയി വെച്ചപ്പോ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, സഹാബിമാരിൽ പ്രമുഖരല്ലേ അബൂദർ റളിയല്ലാഹു അൻഹു, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഖബറിന്റെ അരികത്ത് വെച്ച് വിളിച്ചു പറയുകയാണ്, യാ ഖബറു അതദരീ മനില്ലതീ ജീനാ ബിഹാ ഇലൈഹി. ഖബറെ, ഞങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ആരുടെ ശരീരമാണ് നിനക്കറിയുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഖബറിലേക്ക് നോക്കിയിട്ട്, ഖബറിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഖബറെ, ഈ കൊണ്ടുവന്നിരിക്കുന്നത് ആരുടെ ശരീരമാണ് നിനക്കറിയുമോ? ഈ കൊണ്ടുവന്നിരിക്കുന്ന ജനാസ ആരുടെ ജനാസയാണെന്ന് നിനക്കറിയുമോ? ഹിയ ഫാത്തിമത്തു സഹ്റാ ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ജനാസയാണ് ഖബറെ. വസൗജത്തു അലിയിൽ മുർത്തദാ, മഹാനായ അലിയാർ തങ്ങളുടെ ജീവിത പങ്കാളി, അവിടുത്തെ ജീവിതത്തിന്റെ സഹധർമ്മിണിയുടെ ജനാസയാണ്. പോരാ, ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പുന്നാര റസൂലിന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയുടെ ജനാസയാണ്. എന്ന് പറഞ്ഞാൽ പ്രതാപത്തിന്റെ, പരിശുദ്ധിയുടെ, പ്രൗഢിയുടെ പ്രതീകമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയോളം സ്ഥാനമുള്ള ഒരാള് ഇന്ന് ലോകത്തില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതിനുശേഷവും അതിന് പിന്നെ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. എന്നാൽ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിനരികിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഖബറേ, ഈ കൊണ്ടുവന്ന് വെച്ചത് സാധാരണക്കാരിയുടെ ജനാസയല്ല, കൊടലൂരിലെ ഫാത്തിമയുടെ ജനാസയല്ല, ഇത് കൊടലൂരിലെ ആയിഷയുടെ ജനാസയല്ല, ഇത് കൊടലൂരിലെ നബീസയുടെ ജനാസയല്ല, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപോലെ ഫാത്തിമയുടെ ജനാസയാണ്. അതുകൊണ്ട് ഖബറേ, സാധാരണ സ്ത്രീകളുടെ ശരീരത്തോട് നീ കാണിക്കുന്ന ചേഷ്ടകൾ, നിന്റെ സ്വഭാവം, നിന്റെ പ്രകൃതം ഫാത്തിമ ബീവിയുടെ ശരീരത്തോട് നീ കാണിക്കല്ലേ എന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ അരികത്തു നിന്ന് വിളിച്ചു പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണേ, ആലോചിക്കണേ. ഖബറിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു മനുഷ്യ ശബ്ദമുയരുകയാണ്. ഖബറിന്റെ അകത്തളത്തിൽ നിന്നൊരു ശബ്ദമുയർന്നു കേൾക്കുകയാ. എന്താ ഖബറിന്റെ അകത്തു നിന്ന് വന്ന ശബ്ദമെന്നറിയോ?
ഖബറിനകത്ത് നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്. യഖൂലു, ഖബറിന്റെ അകത്ത് നിന്ന് പറയുന്നത്, മാ അന മൗദിഉ ഹസബി വനസബ്. നിങ്ങള് ഫാത്തിമ ബീവിയുടെ ജനാസ ഖബറിനരികിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഖബറെ സാധാരണക്കാരോട് പെരുമാറുന്നത് പോലെ ഫാത്തിമ ബീവിയോട് പെരുമാറണ്ട എന്ന് വിളിച്ചു പറയുമ്പോ ഖബറിനകത്തു നിന്നുള്ള പ്രതികരണമാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരത്തോടുള്ള പ്രതികരണം. ഖബറിനകത്ത് നിന്ന് മാ അന മൗദിഉ ഹസബി വനസബ്, ഞാൻ തറവാട്ട് മഹിമ പറയേണ്ട ഇടമല്ല, ഞാൻ തറവാട്ട് മഹിമ പറയേണ്ട ഇടമല്ല, അത്തരം പരിഗണന ലഭിക്കുന്ന ഇടമല്ല ഇത്. മറിച്ച് അന മൗദിഉൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്തു വന്നവരെ സ്വീകരിക്കുന്ന ഇടമാണിത്. എന്താ ഖബർ പറയുന്നത്? മുഅ്മിനെ ചിന്തിക്കണേ. എന്താ ഖബറിന്റെ അകത്ത് നടത്തു നിന്നുള്ള വിളിയാളം? എന്റെയും നിങ്ങളുടെയും ജനാസ കൊണ്ടുപോയി വെക്കുമ്പോ ഖബർ നമ്മളെ സ്വീകരിക്കുന്നത് എவ்விധത്തിലായിരിക്കും? ഖബർ നമ്മെ ആഗതം ചെയ്യുന്നത് ഏതു വിധത്തിലായിരിക്കും? അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ ഖബറിന്റെ അകത്തളത്തിൽ നിന്നുള്ള പ്രതികാരം എന്താണ്? ഖബറിന്റെ അകത്തളത്തിൽ നിന്നുള്ള ആ സംസാരം എന്താണ്? ഞാൻ തറവാട് മഹിമ പറയേണ്ട ഇടമല്ല, ഇവിടെ വന്ന് ആരും തറവാട്ട് മഹിമ പറയാൻ നിൽക്കണ്ട. മാന മൗദിഉ ഹസബി വനസബ്, ഇത് കൊടലൂര് പള്ളിയുടെ പ്രസിഡന്റിന്റെ ജനാസയാണെന്ന് പറയണ്ട, ഇത് സെക്രട്ടറിയുടെ ജനാസയാണെന്ന് പറയണ്ട, ഇത് വർഷങ്ങളോളം മഹല്ലത്തിന് നേതൃത്വം കൊടുത്തയാളുടെ ജനാസയാണെന്ന് പറയണ്ട, പള്ളിയിൽ ധാരാളം ഖുതുബോദിയ ആളുടെ മയ്യിത്താണെന്ന് പറയണ്ട. അങ്ങനെ മഹിമകൾ പലതും പറഞ്ഞുകൊണ്ട് ഖബറിനകത്ത് നിന്ന് പ്രൗഢി നടിക്കണ്ട. ഖബറിനകത്ത് നിന്ന് പറയുന്ന ശബ്ദം മാ അന മൗദിഉ ഹസബി വനസബ്, ഞാൻ തറവാട് പറയേണ്ട ഇടമല്ല, വ അന മൗദിഉൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് വന്നു നിൽക്കാനുള്ള ഇടമാണ്, അവരെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഫലാ യൻജൂ മിന്നീ ഇല്ലാ മൻ കസുറ ഖൈറുഹു വസലമ ഖൽബുഹു വഖലുസ അമലുഹു എന്ന ഖബറിനകത്ത് നിന്ന് വിളിയാളമാണ്. എന്നിൽ നിന്ന് രക്ഷയുണ്ടാകുന്നത്, എന്റെ അകത്തളത്തിലേക്ക് വന്നു ചേർന്നാൽ രക്ഷപ്പെടുന്നത് മൻ കസുറ ഖൈറുഹു, സുഹൃതങ്ങളേറെ ചെയ്തവരാണ്. സുഹൃതങ്ങളേറെ ചെയ്തവർക്കാണ് എന്നിൽ നിന്ന് രക്ഷയുള്ളത്. ഞാൻ ഇവിടെയുള്ള ശുബാനുൽ മുസ്ലിമീന്റെ സംഘത്തോട്, ഈ മഹത്തായ സംഘടനയോട്, അതിന്റെ പ്രവർത്തകരോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ധാരാളം സുഹൃതങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സുഹൃതങ്ങൾ ഒരു പേമാരി പോലെ, ഒരു സുന്ദരമായ പെയ്തിറങ്ങുന്ന മഴ പോലെ ഈ പ്രദേശത്തും പരിസരത്തുമൊക്കെയുള്ള ആളുകൾക്ക് മതം നോക്കാതെ, ജാതി നോക്കാതെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ഒട്ടേറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നാളെയുടെ ഖബർ ജീവിതത്തിന് രക്ഷയ്ക്ക് വേണ്ടിയാകണേ. ഇല്ലാ മൻ കസുറ ഖൈറുഹു, നല്ല നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചവർക്ക് മാത്രമേ എന്നിൽ നിന്ന് രക്ഷയുള്ളൂ എന്ന ഖബറിന്റെ അകത്തളത്തിൽ നിന്ന് വിളിയാളമുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഅ്മിനുകളോട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ചെറുപ്പക്കാർ, ഈ പ്രദേശത്തെ നല്ല ഒരു പറ്റം യുവാക്കൾ ചേർന്ന് ഈ പ്രദേശത്തെ എല്ലാ അർത്ഥത്തിലും വിപുലപ്പെടുത്താൻ, നല്ല രീതിയിൽ ദീനീപരമായ അതോടൊപ്പം സാമൂഹികമായ പുരോഗതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുമ്പോ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടുന്ന പ്രചോദനവും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അവർക്ക് വേണ്ടി വരുന്ന